നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, വിയാജിയോ അമീഗോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ വിഴുങ്ങിയ നേരം അതിജീവനത്തിന് ഉപജീവനമായി കണ്ടെത്തിയ മാർഗം എന്തുകൊണ്ട് തുടർന്നും ആയിക്കൂടാ എന്ന് ചിന്തിച്ച ഒരു യുവ സംരംഭകയുടെ കൂടെയാണ് നമ്മൾ ഇന്നുള്ളത്. ദിവ്യൻ ചേട്ടൻ്റെയും വിഷ്ണുപ്രിയ ചേച്ചിയുടെയും വെള്ളായണി കായലിന് നടുവിൽ രൂപപ്പെടുത്തിയ മത്സ്യസമ്പത്ത് നമുക്ക് കായലിന് നടുവിലൂടെ ഒന്ന് പോയി കാണാം. നമ്മുടെ ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് കോവിഡ് ടൈമാണ്. കോവിഡ് ടൈമിന് എല്ലാവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് പോലെ നമുക്ക് ഉണ്ടായപ്പോൾ അങ്ങനെ ഇരുന്ന് ചിന്തിച്ചാണ് ഇതിലോട്ട് വന്നത്. ഭർത്താവിനാണ് ആദ്യം തോന്നിയത്. കാരണം വീടിനടുത്ത് കായലായതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലൊരു ഇതെന്ന് പറഞ്ഞാൽ മത്സ്യകൃഷി തന്നെയാണ്. അങ്ങനെ ഈ കിടക്കുന്ന കുഞ്ഞു കൂടാണ് ആദ്യം നമ്മൾ ചെയ്തത്. ബാരലെല്ലാം ചെറുതാണ്. അപ്പം ആ ചെറിയൊരു രീതിയിൽ ചെയ്തു. ഒരു സക്സസ് ആയി കണ്ടപ്പോൾ നമ്മൾ ഫിഷറീസിനെ കമലേശ്വരം ഫിഷറീസ് ഓഫീസിൽ പോയി അവിടെ നിന്ന് സഹായം ചോദിച്ചു. അവിടെ നിന്ന് അവരൊരു പ്രൊമോട്ടറെ പരിചയപ്പെടുത്തി തന്നു. സരിത എന്നാണ് മാഡത്തിൻ്റെ പേര്. പിന്നെ അങ്ങോട്ടുള്ള ഇത് നമ്മുടെ ഒരു മുന്നേറ്റം എല്ലാം ആ സരിത മാഡത്തിന് ഒരു വഴികാട്ടിയായിട്ട് നിന്നായിരുന്നു. കാരണം പിന്നെ നമുക്ക് ഫിഷറീസിൽ നിന്ന് കേരള ഗവൺമെൻറ്റിൽ നിന്ന് സബ്സിഡിയോട് കൂടി ഒരു 4 കൂട് കിട്ടി കേജ്. അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ CMFRൻ്റെ വീണ്ടും ഒരു യൂണിറ്റ് കിട്ടി. 2 കൂട് കരിമീൻ കുഞ്ഞുങ്ങളാണ് കിട്ടിയത്. അങ്ങനെയാണ് പിന്നെ നമ്മൾ ഇതിനെ തുടർന്ന് ഈ കൃഷി മുന്നോട്ട് വന്നത്. സീഡ് കിട്ടുന്നത് നെയ്യാഡം ഹാച്ചറിയിൽ നിന്നാണ്. അത് കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവർ തന്നെ ഇവിടെ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് വലുപ്പമുള്ള കുഞ്ഞുങ്ങളാണ് ആദ്യം കിട്ടുന്നത്. അതിന് ആദ്യം ഇതുപോലൊരു ഹാഫ് നെറ്റിൽ കുഞ്ഞുങ്ങൾ ആദ്യം ഇട്ട് അതിൽ നിന്നൊരു വളർച്ച എത്തിയതിന് ശേഷമാണ് നമ്മൾ കേജിലോട്ട് മാറ്റുന്നത്. തിലോപ്പിക്ക് ഒരു 6 മാസത്തെ വളർച്ചയാണ് ഉണ്ടാവുന്നത്. ചെയ്യുവാനുള്ള മനസ്സും 1 സെൻറ്റ് ഭൂമിയുമുണ്ടെങ്കിൽ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള ഒരവസരം കേരള ഫിഷറീസിൻ്റെ വകുപ്പിൽ നിന്നും നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നതാണ്. വർഷം തോറും ഇവിടെ മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ട് നിക്ഷേപിക്കാറുണ്ട്. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ നമ്മുടെ കേരള ഗവൺമെൻറ്റാണ് കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിക്കാറുള്ളൂ. കാരണം ഇതുകൊണ്ട് മത്സ്യം പിടിച്ച് ഉപജീവനം നടത്തുന്ന ഒരുപാട് തൊഴിലാളികൾ ഈ പരിസരത്ത് തന്നെ ജീവിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ഈ വെള്ളായണി കായലിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ജീവിതങ്ങൾ ഇങ്ങനെ പോകുന്നു. അവരെ ഒരിക്കലും കൈവിടില്ല എന്നുള്ള ഉറച്ച തീരുമാനവുമായി നമ്മുടെ കേരള സർക്കാർ എന്നും ഒപ്പമുണ്ടാകും. കായലിൻ്റെ അടിത്തട്ടിലുള്ള ചെളിയുമായി യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലാത്തതിനാൽ ഈ മത്സ്യങ്ങൾക്ക് ശുദ്ധജല മത്സ്യങ്ങളുടെ സ്വാഭാവികമായ രുചി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ മാറ്റവുമില്ല. മസാലക്കൂട്ടുകളുടെ മേമ്പടിയോടെ ഇവരിങ്ങനെ തീന്മേശയിൽ അണിനിരക്കുമ്പോൾ ഇതിനായി അധ്വാനിച്ച കരങ്ങളെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഈ മത്സ്യകൃഷി തുടങ്ങിയതിനെ സംബന്ധിച്ച് നമുക്കൊരു വലിയൊരു നേട്ടം
ഇപ്പോഴ് ലഭിക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ ജനുവരി റിപ്പബ്ലിക് പരേഡിന് നമുക്ക് ഡൽഹിയിൽ റിപ്പബ്ലിക് പരേഡിന് പങ്കെടുക്കുന്നതിനുള്ള ക്ഷണം ലഭിക്കുകയും നമുക്ക് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, അതുപോലെ ഉന്നതരായ പലരെയും നേരിട്ട് കാണാനും ഈ പരേഡിൽ പങ്കെടുക്കാനുമുള്ള ഒരു വലിയൊരു അവസരമാണ് ലഭിച്ചത്. അത് തന്നെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഭാഗ്യമായിട്ട് കാണുകയാണ്. അതെല്ലാം ഈ മത്സ്യകൃഷി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ലഭിച്ചത്. നമ്മളിത് സെയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇവിടെ വന്ന് അവിടെ സെയിലാണ് പതിവ്. നമ്മൾ ഒരിടത്തും കൊണ്ടുപോകാറില്ല. ആവശ്യക്കാർ വാട്സാപ്പ് വഴിയും അറിഞ്ഞുമെല്ലാം നമ്മുടെ ഇവിടെ വന്നിട്ടാണ് മീൻ വാങ്ങുന്നത്. തിലോപ്പിയ വന്നിട്ട് കിലോയ്ക്ക് 200, കരിമീൻ വന്നിട്ട് 500 നമ്മൾ ക്ലീൻ ചെയ്ത് തന്നെ കൊടുക്കും. ക്ലീനിങ്ങിന് ഒരു ചെറിയൊരു തുക ഈടാക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. വിയാജിയോ അമീഗോസിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരയ്ക്കും നന്ദി, നമസ്കാരം.